സമയം 7:30 ആയല്ലോ. ഇപ്പൊ നിന്റെ അടുത്ത് പാത്രം കഴുകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെ പാത്രം കഴുകണോ എന്തോ കിച്ചണില്. പാത്രം കഴുകാൻ അവിടെ കാണാനില്ലല്ലോ. പാത്രങ്ങളൊന്നും കഴുകാൻ കൊടുക്കാതെ അവൾ അവിടെ എന്ത് ചെയ്യണം? ശ്രീകുട്ടി, ശ്രീകുട്ടി, എന്തെടുക്കാ നീ ഇവിടെ? ഞാൻ പഠിക്കുക. ടീച്ചർ നാളെ ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാളെ ടെസ്റ്റ് ആണ് എനിക്ക്. എന്ത് ടെസ്റ്റ്? ഇത്രയും പണികൾ കിടക്കുമ്പോ നീ ഇവിടെ പഠിക്കാനിരിക്കാ? ഈ പണികൾ കഴിഞ്ഞിട്ട് നീ പഠിച്ചാൽ മതി. ബുക്ക് അവിടുന്ന് പോയി പണി ചെയ്യിപ്പോ. പാത്രങ്ങൾ കഴുകാൻ കിടക്കുമ്പോൾ അവളോട് പഠിത്താം. പോയി പാത്രം കഴുകടി പോയിട്ട്. പറ്റും. എവിടെ അവള്? പാത്രം കഴുകി കഴിഞ്ഞില്ലേ ഇത്ര നേരമായിട്ട്? ഈ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഇനി അടുത്ത പണിയുണ്ട്. എന്താ നീ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? നേരെ വൃത്തിയായി കഴുകിക്കോ പാത്രങ്ങള്. തേച്ചടിച്ച് സോപ്പ് പതിയൊന്നും കാണാൻ പറ്റില്ല. പാത്രങ്ങളെല്ലാം ക്ലീൻ ആയിരിക്കണം. പാത്രം കഴുകേ ഒരു പണി ഏൽപ്പിച്ചപ്പോൾ നേരെ ചെയ്യുക. അമ്മേ, ഞാൻ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞു. പാത്രം കഴുകി കഴിഞ്ഞോ? എനിക്ക് വല്ലാത്ത ക്ഷീണം. പോയി ഒരു ജ്യൂസ് ഉണ്ടാക്കിട്ട് വാ. എന്താ പെണ്ണെ നോക്കണത്? പോയി ജ്യൂസ് ഉണ്ടാക്കിട്ട് വാ. ശരി അമ്മ, ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. മധുരമൊക്കെ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടമ്മേ. എന്ത് മധുരമാണിത്? മധുരം അത്ര ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അവളുടെ ഒരു ജ്യൂസ് നേരെ ഉണ്ടാക്കാനും അറിയില്ല. ഷോ താഴെ പോയല്ലോ. ഒരു ചപ്പയെടുത്ത് വന്ന് തുടക്കി. ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കണേ അവള്. തുടക്കി അമർത്തിയിട്ട് ഇതെവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ തുടക്കി വൃത്തിയായി തുടക്കി. ഇവിടെ ഇവിടെ അവിടെ ഒരു ജ്യൂസ് ഉണ്ടാക്കല്. ആ ചപ്പ അത് പിഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് വെക്കണ്ട. നല്ല വെള്ളത്തിൽ അങ്ങോട്ട് ഊരി പിഴിഞ്ഞിട്ട് പോയിട്ട്. ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, സുഖമായിരിക്കണു. മോള് മോള് ഇവിടെ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പോണേ ഉള്ളൂ. ഇല്ല, പുട്ടും പഴവും പപ്പടമൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണം മോൾക്ക് അത് ഇഷ്ടമാണല്ലോ. ഇല്ല ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും കൂടി കഴിക്കാൻ പോണേ ഉള്ളൂ. ഇല്ല ഏട്ടാ, ഞാൻ മോളെ പൊന്നു പോലെയാണ് നോക്കണത്. പിന്നെ അവൾക്ക് ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടാ. ഇന്നുകൂടി ഞാൻ കുറച്ച് കളറിംഗ് ബുക്കും പിന്നെ പെൻസില്, വാട്ടർ കളറിങ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം പറഞ്ഞപ്പോൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ മേടിക്കുന്നുണ്ട് ഏട്ടാ. ഇല്ല, ചെറുതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് സുഖമായിരിക്കുന്നു. പിന്നെ വാർഡനോട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ല. അമ്മയോ? അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അവിടെ പുറത്തൊരു ആന്റി വിളിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. മോളുടെ കൊടുക്കാലോ. എന്താ ഏട്ടാ അത് പറയുന്നത്? നമ്മുടെ മോളല്ലേ അത്. ഞാൻ ഒരിക്കലും അവളെ ഒരു രണ്ടാനമ്മ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ. നമ്മുടെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ കാണുന്നത്. കാരണം രണ്ടു മക്കളെയും കൂടി ഇവിടെ ഒരുമിച്ച് നിർത്തിയാൽ അവൾക്കുള്ള സ്നേഹം ഇല്ലാതാവുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ചെറിയ മോളെ ഹോസ്റ്റലിൽ പഠിപ്പിച്ചത്. എൻ്റെ എല്ലാ സ്നേഹവും നമ്മുടെ വലിയ മോൾക്ക് മാത്രമേ കൊടുക്കാനല്ലേ ഏട്ടാ. എന്റെ മോളോ? ഉണ്ട്, കൊടുക്കാം. അവിടെ TV കണ്ടോണ്ടിരിക്കുക. കൊടുക്കാലോ. ശ്രീകുട്ടി, ഇതാ അച്ഛൻ വിളിക്കണു. ഒരു കാര്യം പറയാം. അച്ഛയോട് സന്തോഷത്തോട് സംസാരിച്ചോ. അവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നീ പറഞ്ഞു കൊടുക്കാനില്ലേ? പിന്നെ ഫോൺ വെച്ച ശേഷം ഇതായിരിക്കില്ല ഞാൻ. സന്തോഷത്തോടെ സംസാരിച്ചോ. ശരി അമ്മേ. ഹലോ ഞാൻ TV കാണാണ്. മിഠായി മേടിച്ചത്, പിന്നെ കളിപ്പാട്ട് മേടിച്ചെന്ന് വെച്ചാ പുട്ട്, പിന്നെ കടലക്കറിയും കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചിട്ടില്ല. കുറച്ചേരം കഴിഞ്ഞിട്ട് അമ്മൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മാള് എൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരി ട്ടോ അച്ഛാ.
കഴിക്കാൻ. കഴിക്കും. അമ്മേ, ഇന്ന് പുട്ടാണല്ലോ കഴിക്കാൻ. പുട്ടൊക്കെയാണ്, അത് ഞാൻ കഴിച്ചോളാം. രാവിലത്തെ ചോറ് ഇനി നാളേക്ക് കളയേണ്ടി വരില്ലേ? അതെന്ത് ചെയ്യും? നീ രാവിലത്തെ തണുത്ത ചോറും ഈ ഉപ്പേരിയും കഴിച്ചാൽ മതി. കഴിക്ക്. ഒന്നുപോലും ബാക്കി വെക്കരുത്, മുഴുവൻ കഴിക്കണം. പഴമൊക്കെ നല്ല മധുരമുണ്ട്. എന്റെ ദൈവമേ, എനിക്ക് എന്റെ സ്വന്തം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. എനിക്കൊരു പണിയും ചെയ്യണ്ട, നല്ല നല്ല ഡ്രസ്സ് ഇടാം, നല്ല സ്കൂളിലും പോവാം. ഞാനെന്നെ എന്ത് തെറ്റാ ചെയ്ത് എനിക്ക് ഇത്രയും വിധി വരെ. എന്റെ ദൈവമേ.